നോവലിസ്റ്റ് ജോസഫ് പനക്കലുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ 6-ാം ഭാഗം. സാറിൻ്റെ ശ്രദ്ധേയമായ രണ്ട് നോവലുകളാണ് ഉപ്പുകാറ്റും കടൽക്കാക്കകളും. ഈ രണ്ട് നോവലുകളും നമ്മുടെ ഈ തീരപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ് പ്രതിപാദിക്കുന്നത്. എന്താണ് ഈ ഉപ്പുകാറ്റും കടൽക്കാക്കകളും തമ്മിൽ പ്രമേയത്തിലുള്ള വ്യത്യാസം? ഈ കടൽക്കാക്കകൾ എന്ന നോവൽ മുനമ്പം പള്ളിപ്പുറം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ മാത്രമല്ല, കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയാണ് ആവിഷ്കരിക്കുന്നത്. എന്നാൽ ഉപ്പുകാറ്റ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ അല്ല, തീരപ്രദേശത്തിൻ്റെ ചരിത്ര മാറ്റങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് കടൽ തീരത്ത് ജീവിച്ചിരുന്ന ആളുകൾ, അതായത് ഇക്കരയിൽ നിന്ന് കരയിൽ നിന്ന് തലചായ്ക്കാൻ ഇടമില്ലാതെ കടപ്പുറത്തേക്ക് അഭയം തേടിപ്പോയ ആളുകൾ, ഒരു കാലഘട്ടത്തിൽ ശവങ്ങൾ കുഴിച്ചിടുകയും മരിച്ചവരുടെ ശരീരങ്ങൾ കുഴിച്ചിടുകയും വസൂരി വന്നവരുടെ ശവങ്ങൾ മറവ് ചെയ്യുകയും പേപിടിച്ച നായ്ക്കളെ കൊണ്ടുപോയി കുഴിച്ചുമൂടുകയും ഒക്കെ ചെയ്തിരുന്ന വിജനമായ ഒരു പ്രദേശമായിരുന്നു കടൽ തീരപ്രദേശം. ഇവിടെ പ്രത്യേകിച്ചും വൈപ്പിൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ തീരം, കടൽപ്പുറം എന്ന് പറയുന്ന സ്ഥലം, അവിടെ അന്ന് ജനവാസമില്ലായിരുന്നു. ആ ജനവാസമില്ലാത്ത മേഖലയിലേക്ക് മനുഷ്യൻ കുടിയേറി പാർക്കാൻ തുടങ്ങിയത് ഇവിടെ തലചായ്ക്കാൻ ഇടമില്ലാത്തൊരവസ്ഥ വന്നതോടുകൂടിയാണ്. കുടികെട്ടാൻ സ്ഥലം അനുവദിക്കപ്പെടാതെ വന്നു. അന്ന് ഈ ഭൂവുടമ സമ്പ്രദായം, കുടിയാൻ സമ്പ്രദായം നിലനിന്നിരുന്ന കാലമാണ്. ഭൂവുടമകളുടെ കാരുണ്യമില്ലാതെ ഒരു കുടിലേറ്റ് താമസിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനുവാദം ലഭിക്കാതെ വന്ന ആളുകൾ കടൽപ്പുറത്തേക്ക് പോവുകയും വിജനമായ കടൽ തീരത്ത് സ്ഥലം കയ്യേറി വളച്ചുകെട്ടി അവിടെ കുടിലുകെട്ടി താമസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുടിലുകെട്ടി താമസിച്ചവർ ക്രമേണ അവിടെ തൈ വയ്ക്കുകയും തെങ്ങിൻ തൈകൾ വയ്ക്കുകയും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും വർഷം തോറും ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിൽ അവരുടെ കുടിലുകൾ തകർന്നു പോവുകയും ജീവിതം നഷ്ടപ്പെടുകയും അവർ തിരിച്ച് ഇക്കരെ വന്ന് സ്കൂളുകളിൽ അഭയം തേടുകയും ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രമാണ് ഈ ഉപ്പുകാറ്റിലുള്ളത്. ഉപ്പുകാറ്റ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. അവിടെ കടൽച്ചിറകൾ കെട്ടുന്നതിന് വേണ്ടിയുള്ള സമരം നടന്നു. കടൽച്ചിറകൾ കെട്ടി കുടിലുകളും വീടുകളും സംരക്ഷിക്കുന്നതിനുള്ള അവസരം. അക്കാലത്ത് കടപ്പുറത്ത് കുടിയേറിയ ആളുകൾക്ക് ശുദ്ധജലം പോലും ലഭിക്കുന്നതിന് വഞ്ചിക്ക് ഇക്കരെ വരണമായിരുന്നു. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങണമെങ്കിലും വഞ്ചിയിൽ ഇക്കരെ വന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു പോകണമായിരുന്നു. വളരെ പ്രയാസകരമായ ഒരവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്ക് മാത്രമേ കടക്കാമായിരുന്നുള്ളൂ. അതുപോലെ എന്ത് അത്യാവശ്യ രോഗം വന്നാൽ ആശുപത്രിയിലെത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വഞ്ചിയിൽ കയറി ഇക്കരെ ആശുപത്രിയിലെത്തുമ്പോഴേക്കും പലപ്പോഴും രോഗികൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗർഭിണികളായ സ്ത്രീകൾ പ്രസവത്തിനൊക്കെ ആശുപത്രിയിൽ എത്തേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ ഇക്കരെ നിന്ന് അക്കരയിലേക്ക് ഉള്ള ഗതാഗത മാർഗത്തിന് വേണ്ടി ഈ തീരപ്രദേശത്ത് കടൽച്ചിറകൾ കെട്ടി കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുമൊക്കെ ധാരാളം സമരങ്ങൾ അരങ്ങേറുകയുണ്ടായി. അങ്ങനെ ഇവിടെ നിന്ന് പാലം കടപ്പുറത്തേക്ക് ഉണ്ടാവുകയാണ്. ഒരു പാലം വന്നതോടുകൂടി ഉണ്ടായ വലിയ മാറ്റങ്ങൾ
പാലം വന്നതോടുകൂടി, ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടായതോടുകൂടി വൈദ്യുതി അവിടെ ലഭിക്കാൻ വരികയും അതുപോലെ ജീവിത സൗകര്യങ്ങൾ ഒന്നൊന്നായി വളർന്നു വരികയും ചെയ്തു. ഈ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ഉപ്പുകാറ്റിലൂടെ പറയുന്നത്. അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും പാലങ്ങൾ വരികയും കടൽ തീരങ്ങൾ ചിറകെട്ടി സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങളിൽ കുടിയേറിയ ആളുകളെയെല്ലാം ജീവിത സൗകര്യങ്ങൾ ഉണ്ടായതോടുകൂടി, അതായത് പ്രകൃതി സൗന്ദര്യങ്ങൾ, കടൽ തീരത്തിൻ്റെ സൗഭാഗ്യങ്ങളും റിസോർട്ടുകളൊക്കെ സ്ഥാപിക്കാനും ടൂറിസ്റ്റ് സങ്കേതങ്ങളാക്കി മാറ്റാനും കഴിയും എന്ന് ദീർഘദർശനം ചെയ്യാൻ കഴിയുന്ന വ്യവസായികൾ അത് മുതലെടുക്കാൻ ശ്രമിച്ചു. അവർ വന്ന് കുടിയേറി താമസിച്ചിരുന്ന സാധാരണ ജനങ്ങളെ, അതുവരെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയിരുന്ന ആളുകളെ അവിടെ നിന്ന് നിസ്സാര വിലയ്ക്ക് എടുക്കുകയും അവരെ ഒഴിപ്പിക്കുകയും അവരെ ഒഴിച്ച സ്ഥലങ്ങളിലേക്ക് റിസോർട്ടുകൾ സ്ഥാപിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ മുഴുവനും ദുരിതങ്ങൾ അനുഭവിച്ച് പോരാടിയ ഒരു ജനവിഭാഗത്തെ വിലക്കെടുക്കുകയും അവരെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തതിന് ശേഷം അവിടെ റിസോർട്ടുകൾ സ്ഥാപിക്കുകയും നഗരവൽക്കരണ സംവിധാനങ്ങൾ ആരംഭിക്കുകയും വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുകയും വ്യാവസായികപരമായ കാഴ്ചപ്പാടോടുകൂടി ടൂറിസത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് കടൽത്തീര പ്രദേശങ്ങൾ ടൂറിസ്റ്റ് മേഖലകളായി വളർന്നു വന്ന അതിന് പിന്നിൽ അവിടുത്തെ സാധാരണക്കാർ അനുഭവിച്ച ആദ്യകാലത്തെ ദുരിത ജീവിതം എത്രമാത്രം ക്ലേശകരമായിരുന്നു, എത്രമാത്രം സമര ധീരമായിരുന്നു എന്ന് ആ നോവലിൽ ഞാൻ പറയുന്നുണ്ട് വളരെ വിശദമായി. അപ്പോൾ ഈ രണ്ടും, ഒന്ന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ വളർച്ചയും വികാസവും അതിൻ്റെ പോരാട്ടവുമായിരുന്നെങ്കിൽ, മറ്റൊന്ന് തീരപ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രമാണ്.